മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ നേതാവ്. ആർക്കൊക്കെയാണ് നേതാവാകേണ്ടത്? ചിലർ വല്ല തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ട് അല്ലെ. എന്നാൽ അവര് ആരെങ്കിലും ഒരു തൊഴിൽ ജോലിക്ക് വിളിച്ചാൽ ആ ജോലിക്കാരൻ അവന്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അവന് കൂലി കൊടുക്കണം അല്ലേ? അങ്ങനെ നിർദ്ദേശിച്ച ഒരു നേതാവ് ലോക ചരിത്രത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരു ദിവസം ഒരു കാട്ടറബി നടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വിളിച്ചു. അയാളുടെ കൈപിടിച്ച് ചുംബിച്ചു. ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു, എന്തായി കാണുന്നത് കാട്ടറബിന്റെ കൈപിടിച്ച് ചുംബിക്കുന്നത്? പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയ പറ്റില്ല, അയാളുടെ കൈക്കൊരു പ്രത്യേകതയുണ്ട്. അയാളുടെ കൈക്ക് തൊഴിൽ ചെയ്ത തഴമ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചുംബിക്കുന്നു. പിന്നെ തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുന്നവരല്ലേ. പിന്നെ ഇങ്ങനെ ആരും എവിടെ നോക്കിയാലും. അതുപോലെ സാധു സംരക്ഷകർ, ഇതാ തബഖ്ത മരിക്കത്തൻ ഫഅക്സിറു മാഹാ വതആഹദ് ജീറാനക. നീ മാംസക്കറി ഉണ്ടാക്കുമ്പോൾ വെള്ളം വർദ്ധിപ്പിച്ചുകൊണ്ടെങ്കിലും അയൽവാസിക്ക് എത്തിച്ചു കൊടുക്കണം അല്ലേ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഉണ്ണുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവരാണ്. അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ച ഒരു നേതാവ് ചരിത്രത്തിൽ വേറെ ആരെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പാലിൽ കുടിക്കുകയും പാലിൽ കുളിക്കുകയും ചെയ്യുന്ന ചില ഭരണാധികാരികളെ നമുക്ക് ചരിത്രത്തിൽ കാണാം. സ്വന്തം കൈകൊണ്ട് ഒട്ടകത്തിന്റെ പാല് കറന്നെടുത്ത് അനുയായികളെ കുടിപ്പിക്കുന്ന ഒരു നേതാവ്. അത് ചരിത്രത്തിൽ മുഹമ്മദ് മുസ്തഫ